അപ്പോൾ ഇന്നത്തെ വിഷയം എന്നാ? നമുക്ക് നിരന്തരം കമൻ്റ് വരുന്ന ഒരു കമൻ്റാണ് ഈ ബാത്റൂമും കിണറും തമ്മിലുള്ള അകലം. അതായത് സെപ്റ്റിക് ടാങ്ക്, ബാത്റൂം അല്ല, സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള അകലം. ഇതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിൽഡിംഗ് റൂളിൽ ഇതെന്താണ്, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് ആവശ്യം സംസാരിച്ചാലോ? ഓക്കെ, സെപ്റ്റിക് ടാങ്ക് എങ്ങനെ പണിയണം, ഏതൊക്കെ രീതിയിൽ പണിയാം, ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, പിന്നെ അതെങ്ങനെയാണ് ഇപ്പോഴത്തെ പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന രീതി ഇപ്പോഴത്തെ രീതി നമ്മളുടെ വ്യത്യാസം, അതിനകത്ത് നമ്മൾ എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? ഇല്ല, വലിച്ചു കിട്ടുന്നില്ല ഒറ്റ മിനിറ്റിൽ. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. അപ്പോൾ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ? ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതെന്റെ ഡയലോഗ് എന്തിനാ ഞാനെടുത്തത്? എപ്പോഴും പറഞ്ഞാലോ, പുള്ളി പറഞ്ഞതല്ലേ, എന്തായാലും ഒന്ന് ചെയ്തേക്ക്, എന്നിട്ട് ഡീക്ക് പറഞ്ഞതല്ലേ. അപ്പൊ സെപ്റ്റിക് ടാങ്ക്, അതെ, സെപ്റ്റിക് ടാങ്ക് നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ? പല ഇന്ന് രണ്ട് മെത്തേഡ്സ് ആണല്ലേ, കൺവെൻഷണൽ മെത്തേഡ്സും മോഡേൺ മെത്തേഡ്സും. മോഡേൺ മെത്തേഡ്സിൽ നമുക്ക് പ്രോപ്പറായിട്ട് വെള്ളം കെട്ടി നിർത്തി പല ചേമ്പറായിട്ട് മാറ്റി അതിനെ ഫിൽട്ടർ ചെയ്ത് വാട്ടറായിട്ട് പുറന്തള്ളുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സെപ്റ്റിക് ടാങ്കുകൾ ലാസ്റ്റ് ചെയ്യുന്നത്. പണ്ട് ഒരു 2 വർഷം കൂടുമ്പോൾ നിറയുന്ന രീതിയോ അതൊന്നും ഇല്ല ഇന്ന്. ഫ്ലഷ് എന്ന് അതൊരു പ്രോപ്പർ കണക്കല്ല, എങ്കിലും അങ്ങനെയാണ് പറയപ്പെടുന്നത്. ആ രീതിയിലാണ് മെഷർ ചെയ്യാറ്. കാരണം പല ടാങ്കിലും പല വലിപ്പമാണ്. അപ്പോൾ ഫ്ലഷ് ഒരു പ്രോപ്പർ മെത്തേഡല്ല, നമ്മുടെ ഇഞ്ചിൻ്റെയും സെൻറ്റിമീറ്ററിൻ്റെയും കാര്യം പറയുന്ന പോലെയാണ്. ഇത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ഈ പറഞ്ഞ കണക്ക് ഒരു 50 സെൻറ്റിലൊക്കെ ആയിരുന്നു ഒരു വീടുണ്ടാവുക. അടുത്തൊന്നും വേറെ വീടില്ല. ഇന്ന് 5 സെൻറ്റിൽ 2 വീടാണ്. അപ്പോൾ ഇതിന് രണ്ടിനും കിണർ വേണം, സെപ്റ്റിക് ടാങ്ക് വേണം. 2.5 സെൻറ്റിൽ ഓരോ വീട് വെച്ചിട്ട് 5 സെൻറ്റിൽ. ഉച്ചയ്ക്ക് ശേഷം എന്നെ പുള്ളി ഷൂട്ട് ചെയ്യാൻ ഇതാക്കണ്ട, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കരുത് ഇവിടെ. അല്ല, വൈഫ് 3 ദോശ കൊടുത്തുവിട്ട്, അപ്പൊ 3 പേർക്ക് ഓരോന്ന് കഴിച്ചാൽ അങ്ങനെ കഴിക്കാൻ 3 പേർക്ക് ഓരോന്നല്ല പറയുന്നേക്ക്. ഉച്ചക്ക് മേടിച്ചപ്പോ നമുക്ക് മേടിച്ച ഫ്രൈഡ് റൈസും ഞാക്ക് മേടിച്ച മസാല ദോശയും എല്ലാം തിന്ന്. ഇയാൾ പനീർ മസാല സാധായിരുന്നു. ഇയാളെ ഫേസ്ബുക്കിൽ തള്ളുന്നുണ്ട്, രാവിലെ ഒരു പേരയ്ക്ക, ഉച്ചയ്ക്ക് മാങ്ങ. ഇയാളെന്താ അണ്ണാനാണോ? അതുപോലെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ, 10 സെന്റിൽ 2 വീട്, അത്രയും നമ്മൾ അടുത്തായി. കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള ഒരു അകലം കുറഞ്ഞു. അപ്പോൾ ഈ കോളിൻ പോലുള്ള മാലിന്യങ്ങൾ നമ്മുടെ കിണറ്റിലേക്ക് വരാനുള്ള സാധ്യത കൂടി. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടൊരു 7.5 മീറ്റർ റേഡിയസിൽ ഇത്തരം ജലസ്രോതസ്സുകൾ ഉണ്ടാവരുതെന്ന് പറയുന്നത്. അല്ല, ഇത് പിന്നെ ചില ആൾക്കാരുടെ ചിന്ത സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ, നമ്മുടെ വീടിൻ്റെ കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള അകലമാണോ എന്ന് ചിന്തിക്കും. അല്ല, ഏതൊരു ജലസ്രോതസ്, അത് അയൽവക്കക്കാരൻ്റെ ആയാലും വരാൻ പാടില്ല, റേഡിയസ് ആണ്. അതെ, അത് നമ്മൾ ഇനി അവൻ സെപ്റ്റിക് ടാങ്ക് എടുത്തതിൻ്റെ 7.5 മീറ്ററിന് അടുത്തേക്ക് നമ്മളുകൊണ്ട് കിണറും വെക്കാൻ പാടില്ല. രണ്ടും ഉണ്ട്. ഭയങ്കര പാടാണ്. ചെറിയ സിറ്റീസിലൊക്കെ മാനേജ് ചെയ്യും. സിറ്റീസിൽ കിണറില്ലല്ലോ, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ആണല്ലോ. എറണാകുളത്തൊക്കെ 90% പൈപ്പ് ലൈൻ ആയിരുന്നു, ബോർവെല്ലുകളില്ല. ഇവിടെയൊക്കെയാണ് നമ്മുടെ നോർമൽ കിണറില്ല, ഭയങ്കര കുറവാണ്. ഇനി അതുപോലെ ഈ ഒരു റേഡിയസ് ജലസ്രോതസ് എന്ന് പറയുമ്പോഴും അയൽവക്കക്കാരൻ്റെ പറമ്പിൽ നിന്ന്, അതായത് ബൗണ്ടറി വാളിൽ നിന്ന് 1.2 മീറ്റർ മാത്രം മാറ്റിയിട്ട് വേണം നമുക്ക് സെപ്റ്റിക് ടാങ്ക് സ്ഥാപിക്കാനായിട്ട്. ഇനി അതുപോലെ നമ്മുടെ ഫ്രണ്ട് സെറ്റ് ബാക്ക്, സാറിന് 3 മീറ്റർ ഉണ്ടല്ലോ, അതിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല. ഈ പറഞ്ഞതുപോലെ കിണർ, സെപ്റ്റിക് ടാങ്ക് ഒന്നും അവിടെ അലൗഡും അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ബിൽഡിംഗ് റൂളുമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സെപ്റ്റിക് ടാങ്ക് കിണറിൽ നിന്ന് എത്രത്തോളം ദൂരത്തോട്ട് വെക്കും, അത് അത്രയും നമ്മൾ സേഫാണ് നമ്മുടെ കുടിവെള്ളത്തിൽ. അതിന് പ്രത്യേകിച്ച് പൊസിഷൻസ്, വാസ്തുപരമായിട്ട് അങ്ങനെ പൊസിഷൻസ് വല്ലതും ഉണ്ടോ? നമ്മൾ ഒരിക്കലും വാസ്തു നമ്മൾ സംസാരിക്കില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ പറയുമ്പോൾ ഇപ്പോൾ കിണറിനൊരു സ്ഥാനം ഉണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് അല്ല, ഇതിനകത്ത് മെയിനായിട്ട് ഈ പറഞ്ഞ കണക്ക് നമുക്ക് വടക്ക് പടിഞ്ഞാറല്ലേ, അതല്ലേ കന്നിമൂല, പടിഞ്ഞാറ് അല്ല, കന്നിമൂല ഭാഗത്ത് ഇത് വരരുതെന്ന് പറയും സെപ്റ്റിക് ടാങ്ക്. അതിൻ്റെ പൈപ്പൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് പടിഞ്ഞാറ്, വടക്കാണോ, തെക്ക് പടിഞ്ഞാറാണോ? അതെ, തെക്ക് പടിഞ്ഞാറാണ് കന്നിമൂല. അവിടെ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമ്മളത് പറയുന്നില്ല. ഗവൺമെൻറ് റൂളിൽ തെക്ക് പടിഞ്ഞാറ് വെച്ചുവിടാമെന്നും അല്ലെങ്കിൽ വെക്കാമെന്നുമില്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ടാങ്കുകളിലേക്ക് വരുവാണെങ്കിൽ, നമ്മൾ പഴയ കാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കട്ടിയുള്ള ഭൂപ്രദേശങ്ങളിലാണെങ്കിൽ കുഴി എടുത്തിട്ട് 2 കുഴിയാണല്ലോ, നമുക്ക് വേസ്റ്റ് വാട്ടറും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കുളിക്കുന്ന വെള്ളമൊക്കെ രണ്ടും സെപ്പറേറ്റ് ആക്കി പോകുന്നത്. 2 കുഴി എടുത്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റിങ് ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട്.
പിന്നെ ഇത് എപ്പോഴും ഇതിൻ്റെ എന്താണ് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമൻറ്റ് ഉപയോഗിച്ചിട്ട് കട്ട ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം ചേമ്പേഴ്സ് ആയിട്ട് സെപ്റ്റിക് ടാങ്ക്. ഇപ്പോഴത്തെ രീതിയിൽ പുതിയ മെത്തേഡ് അല്ലേ? അല്ല, പുതിയ മെത്തേഡല്ല, നേരത്തെ പ്രൊഫഷണലി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പുതിയ ഇപ്പം റീസെൻ്റ് അല്ല, കുറേ വർഷങ്ങളായിട്ട് കറക്റ്റ് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മേക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ചേമ്പേഴ്സ് 3 ചേമ്പർ മിനിമം അല്ലേ? ഇതിൻ്റെ തന്നെ പ്രീകാസ്റ്റഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ടാങ്കുകൾ അവൈലബിൾ ആണ്. ഫെറോ സിമന്റ് ഉണ്ട്, പ്ലാസ്റ്റിക്. നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത് PVC ആണ്? അല്ല, സാധാ നമ്മുടെ കോൺക്രീറ്റ് ചെയ്തെടുത്താണോ? അല്ല, ചെയ്തെടുത്തു മേടിച്ചോണ്ട് വന്ന സബ്ജോ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്തെടുത്തല്ലേ? വീട്ടിൽ PVC കിടക്കണ. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ. അടിച്ചാൽ പൊട്ടാത്ത വാട്ടർ ടാങ്ക്. ഇതല്ലാതെ നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് തന്നെയാണോ പരിപാടി? വാട്ടർ ടാങ്കിലൊക്കെ വണ്ടിയാക്കി എങ്ങനെയെന്നറിയാം, ഇത് കുഴിച്ചിട്ട് വാട്ടർ ടാങ്ക് കുഴിച്ചിട്ട് എന്നിട്ട് ഇവന്റെ എൻഡോവർ അതിന്റെ മേളിൽ കൂടെ വലിച്ചു കയറ്റി ഇറക്കി എന്നിട്ട് ഞങ്ങൾ മേളിൽ നിന്ന് വീഡിയോ എടുത്ത്. അതുപോലെ വൻ സെറ്റപ്പായിരുന്നത്. എൻഡോവർ ആണെങ്കിൽ കുഴപ്പമില്ലടാ, ഒന്ന് ചളുങ്ങ് വിടാമെന്ന് ഞരങ്ങ് പോലും ചെയ്തില്ല. അല്ലടോ, അല്ല ഇതിന്റെ മേളിൽ കൂടെ എൻഡോവർ അതിലേ കൂടെ കയറും. ഇതിന്റെ മേളിൽ കൂടെ കയറാൻ പറ്റുമോ? നോർമലി PVC ടാങ്കുകൾ വെക്കുന്ന സമയത്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് പറയാറുണ്ട്. HDB ആണ്. ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീനാണ് HDB തന്നെ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പെട്ടെന്ന് അതിലകത്തും വാട്ടർ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അകത്തോടെ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നം വരുന്നില്ല, കാലിയായിട്ടിരിക്കുമ്പോഴേ ഉള്ളൂ. പക്ഷേ എനിക്ക് സെപ്റ്റിക് ടാങ്ക് വെക്കുമ്പോൾ തന്നെ അത് ഫില്ല് ചെയ്ത്, ഇപ്പോൾ പുതിയൊരു സെപ്റ്റിക് ടാങ്ക് വെക്കുന്ന സമയത്ത് അത് ഫില്ല് ചെയ്ത് അതിനകത്ത് ചാണകവെള്ളം, ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത്തരം കെമിക്കൽസ്, ബാക്ടീരിയ ഫോം ചെയ്യുന്ന കെമിക്കൽസ് മേടിക്കാൻ. ഇപ്പോൾ നമുക്ക് ബാക്ടീരിയ വാങ്ങിക്കാൻ കിട്ടും. ബാക്ടീരിയ വാങ്ങിക്കാൻ കിട്ടും. ബാക്ടീരിയ ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യും. അതുപോലെ ഈ ഇത്തരത്തിലുള്ള വാട്ടർ ഈ സെപ്റ്റിക് ടാങ്കുകൾ നിർബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നുകിൽ ചാണകവെള്ളം, ഒരു പച്ച ചാണകം നമ്മളൊരു വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 3-4 ദിവസം വെച്ചിട്ട് ഇത് ഒഴിക്കുക. ഒന്നിരുത് ചെയ്യണം, അല്ലെങ്കിൽ ബാക്ടീരിയ വാങ്ങിക്കാൻ കിട്ടും. അത്തരത്തിലുള്ള ഹാർപിക് പോലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത്തരം ബാക്ടീരിയകൾ നശിച്ചു പോകാനുള്ള സാധ്യത കൊണ്ട് നല്ല നശിച്ചു പോകും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് ഫുൾ ടൈം നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ നേരത്തെ ഈ ഫ്ലഷിൻ്റെ കണക്ക് പറയില്ലേ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഡൗട്ടാണ്. നമുക്ക് ഇതൊരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ടാവും, ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ടാവും. നമ്മുടെ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന ആ ഒരു വേസ്റ്റ് വാട്ടർ ഈ ടാങ്കിലേക്ക്, ഇൻലെറ്റ് വഴി ഈ ടാങ്കിലേക്ക് വരുന്നു. അവിടെ നിന്നിട്ട് ഇത് ഔട്ട്ലെറ്റ് വഴി പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ലെയറിൽ വെള്ളം ഫില്ലാണല്ലോ. ഈ ടാങ്ക് ഓപ്പൺ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അവിടെ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു കുപ്പി വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് വീഴ്ത്തിയാലും ആ ഒരു കുപ്പി വെള്ളം കറണ്ട് ടൈമിൽ പുറത്തേക്ക് പോവുകയാണ്. പിന്നെ ഈ ഫ്ലഷിന്റെ കണക്ക് എവിടെയാണെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. പ്രോപ്പർ മെഷർമെന്റ് അല്ല. അതെ, പ്രോപ്പർ മെഷർമെന്റ് അല്ല. എനിക്ക് തോന്നുന്നു ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വെള്ളത്തിന്റെ കണക്കായിരിക്കും ഈ വേസ്റ്റ്. ശരിക്കും ഫസ്റ്റ് ചേമ്പറിലായിരിക്കും കിടക്കുക. അവിടെ നിന്ന് ഈ പറഞ്ഞ ബാക്ടീരിയകളുടെ സഹായത്തോട് കൂടിയിട്ട് ക്ലീൻ ആയിട്ട് സെക്കൻഡ് ചേമ്പറിലേക്ക് പോകും. മിനിമം 2 ചേമ്പർ ഇതിനകത്ത് വേണം. ചിലതൊക്കെ 3 ചേമ്പർ ഉള്ളതാണ്. 3ാമത്തെ ചേമ്പറിലേക്ക് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇതിനകത്ത് വേസ്റ്റ് ഉണ്ടാവൂല. ഒരുവിധം എന്താ പറയുക, വാട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വാട്ടർ ഏറ്റവും കുറഞ്ഞ ഈക്കോളിൻ ബാക്ടീരിയ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞത് 7 മീറ്ററിൽ താഴെയാണ്. അതിനപ്പുറത്തേക്ക് മണ്ണിലൂടെ ഇത് പോകില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 7.5 മീറ്റർ റേഡിയസ് എന്ന് പറയുന്ന ഒരു കണക്ക് ബിൽഡിംഗ് റോഡിലേക്ക് വെച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം അല്ലേ? വേറെ എന്താ പറയാ? ഏതൊക്കെ രീതി നമ്മൾ പറഞ്ഞു. പ്രീകാസ്റ്റ് ആയിട്ട് കിട്ടുന്ന കോൺക്രീറ്റ്, പിന്നെ ഫെറോ സിമന്റ്, പിന്നെ PVC അല്ലെങ്കിൽ HDB പോലുള്ള ഹൈ ഡെൻസിറ്റി ഫൈബർ പോലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്ന ടാങ്കുകൾ. ഇനി ഇതിൻ്റെ കൂടെ ഒത്തു പറയാനുള്ളത്, ഇത് പ്രോപ്പർ നമ്മൾ ബിൽഡിങ്ങിന്റെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ സെപ്റ്റിക് ടാങ്കിന്റെ സ്ഥാനം, കിണറിന്റെ സ്ഥാനം കൃത്യമായിട്ട് അതിനകത്ത് മാർക്ക് ചെയ്ത് അതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാകും. ഇത് എവിടെ ചെയ്യണം, അപ്പുറത്താണോ കിണർ, ഇനി പ്ലാനിൽ ചേഞ്ചസ് വരും, അങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് പിന്നീട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചില പ്ലോട്ടുകളിൽ ഈ പ്രീകാസ്റ്റഡ് കോൺക്രീറ്റ് ടാങ്ക് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ആണ്. ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വെക്കുക. PVC ആണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലാസ്റ്റ് സ്റ്റേജിൽ ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ പെടും. അങ്ങനെയാണെങ്കിൽ ഫൗണ്ടേഷൻ ചെയ്യുന്ന ടൈമിൽ ഇത് എക്സ്കവേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2 ഉപയോഗങ്ങളുണ്ട്. ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇത് പ്ലേസ് ചെയ്യാം. അവിടെ വരുന്ന മണ്ണ് നമുക്ക് ഈ ഫൗണ്ടേഷൻ അകത്തേക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ടൈമിൽ ഈ മണ്ണ് കളയാനായിട്ട് പിന്നെ നമ്മൾ കിടന്നു. ആദ്യം തന്നെ നമ്മുടെ തറ കെട്ടുന്നതിന് മുൻപ് തന്നെ ഇതെടുത്തു. അതിനുശേഷം ആ മണ്ണ് തറ കെട്ടാൻ ഉപയോഗിച്ചു. പിന്നെ അതിനകത്ത് വെള്ളം അവിടെ ഉറവയുണ്ടായിരുന്നു. സോ അത് വാട്ടർ ലെവൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് 1 വർഷം കൊണ്ട് അറിയാനും സാധിക്കും. അല്ലെങ്കിലും പുലിയാണ് എങ്ങനെ ഇരിക്കണം.
എങ്ങനെ ഇരിക്കുന്നത്? ഉറങ്ങുകയാണെങ്കിലും കാര്യങ്ങൾ അതെ, കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു നേരിയ സാധനം തലയിൽ കിട്ടുന്നുണ്ട്, ബാക്കി ഒരു അന്തിമയക്കത്തില്ല, ഒരു മന്ദാരം. കാണുന്ന അവസ്ഥയോ അല്ലേ? നമ്മൾ ഇതിലൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഫോമിലാണ് എങ്ങനെയാണെന്ന് അവർക്കറിയാം, എന്റെ ഫോം എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കും. നല്ല ബേസ് ആയിരിക്കും ആ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കട്ട വെച്ച് കെട്ടി ചെയ്യാം അല്ലേ? പിന്നെ അത് കോൺക്രീറ്റ് ചെയ്യാം. അങ്ങനെ ഇത്രയും രീതിയിലൊക്കെയാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ ഈ ചേമ്പറാക്കി നമുക്ക് വെള്ളം കെട്ടി നിർത്തി, അത് പ്രോപ്പറായിട്ട് വെള്ളം കെട്ടി നിർത്തി, അതിനകത്ത് ഒട്ടി ലീക്ക് ഉണ്ടായി. കോൺക്രീറ്റ് ചെയ്യുമ്പോഴും അതുപോലെ കട്ട വെച്ച് കിട്ടുന്ന സമയത്ത് ലീക്ക് ഉണ്ടാവാതിരിക്കാൻ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം അല്ലേ? അല്ല, ഇത് ലീക്കായാലും പ്രശ്നമില്ലല്ലോ. ലീക്കായുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, പ്രോപ്പറായിട്ടുള്ള ആക്ടിവിറ്റി നടക്കൂല. ഇല്ല, ആ സമയത്ത് നേരത്തെ പറഞ്ഞ റിംഗ് വെച്ച് ചെയ്യുന്നതിനകത്ത് എന്ത് ആക്ടിവിറ്റീസ് ആണ്? മണ്ണിലാണല്ലോ ഇത് ഡയറക്റ്റേക്ക് വിടുന്നത്. അല്ല, അത് നിറയുന്നുണ്ടല്ലോ. പണ്ടത്തെ സെപ്റ്റി ടാങ്കുകൾ ഇടയ്ക്കിടയ്ക്ക് നിറഞ്ഞ് ഫില്ലാവാറുണ്ട്. എന്നാലും മാക്സിമം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ മതി. അല്ല, പണ്ട് അത്ര നിങ്ങൾ പറഞ്ഞ ഒത്തിരി സ്ഥലമുണ്ട്, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ സെപ്റ്റി ടാങ്ക് തന്നെ വീട് പണിക്ക് മുമ്പ് കൊണ്ടുപോക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് ഈ വേസ്റ്റ് അങ്ങനെ കൊണ്ടുപോകും. അതെ, അതൊരു പ്രശ്നമല്ലേ? ഇപ്പൊ അതൊരു വമ്പൻ ബിസിനസ്സാണ് ഈ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന. ചെറിയ ടാങ്കർ ലോറികളൊക്കെ കൊണ്ടുവച്ചിട്ട് രാത്രി കൊണ്ടിട്ട് ആറ്റിലും ഇതിലാണ് ഈ വേസ്റ്റ് കൊണ്ട് അടിച്ചു കളയുന്നത്. അത് വേറെ ഒരു എത്ര കേസാണ് മിക്കവാറും പത്രം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതെ, മനുഷ്യമാലിന്യം നിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് വണ്ടിയോടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കേസുകളാണ് നമ്മൾ കാണുന്നത്. ചെയ്യരുത് ദയവ് ചെയ്ത്, അല്ലേ? അല്ല, എന്ത് പറയാനാണ്? ഇത് ചെയ്താൽ മതി. ഈ ബാക്ടീരിയ ഇടയ്ക്കിടയ്ക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. കാരണം കറക്റ്റ് വെള്ളം മാത്രമായിരിക്കും ഇതിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ വേസ്റ്റ് അവിടെ കിടന്ന് അടിഞ്ഞ് ഡീഗ്രേഡ് ആയി പോയിക്കോളൂ. ഇതൊക്കെ തമാശയിൽ സംസാരിക്കാനുള്ള വിഷയങ്ങളാണ്. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് അല്ലേണ്ണ? തീർച്ചയായും, അത്രയല്ലേ ഉള്ളു. ഉറപ്പായിട്ടും ഈ വിഷയങ്ങൾ വെള്ളം കുടയാണ്. ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇത് നല്ലൊരു അതാണ്. അത് ഈ എന്നാ പറയുന്നത്, എന്നാ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്, സെപ്റ്റിക് ടാങ്ക് ശ്രദ്ധിക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇതൊരു പെർമനൻറ്റ് സ്ട്രക്ചറാണ് വാട്ടർ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് പ്രോപ്പറായിട്ട് വെള്ളം നിലനിർത്തുന്നതാണ് അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അല്ലേ, ടാങ്കിൻ്റെ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഈ പറഞ്ഞ കണക്ക് അതിനകത്ത് മാക്സിമം ബാക്ടീരിയ, നല്ല ബാക്ടീരിയകളെ നമ്മൾ നിലനിർത്തുക. അപ്പം എത്ര കാലം കഴിഞ്ഞാലും ടാങ്ക് അങ്ങനെ നിൽക്കും. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.